ഈ എന്തുകൊണ്ട് നമ്മൾ തോറ്റു സഖാവേ എന്നുള്ള ചർച്ച CPM-നകത്ത് നടക്കുമ്പോൾ തന്നെ പാരലായിട്ട് വെള്ളാപ്പള്ളി നടേശനും ഇതേക്കുറിച്ചൊരു ചർച്ച നടത്തുന്നു. കാരണം വെള്ളാപ്പള്ളി നടേശനാണ് ഇതെല്ലാം ഉത്തരവാദി എന്നാണ് ഇപ്പോൾ CPM-ലെ അണികളും കുറേ ഒരു സംഘം നേതാക്കന്മാരും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് ഇങ്ങനെ മറുപടി ഉറത്താൽ പോലെ ഇയാളെ റെഡിയാക്കി നശിപ്പിക്കുന്നിട്ട് മറുപടി പറയണമെന്നൊക്കെ അവരാവശ്യപ്പെടുന്നുണ്ട്. പിണറായി വിജയനാണ് തോൽവിക്ക് കാരണമെന്ന് സംഘടനയിലുള്ളവർ ആദ്യമായിട്ട് പറയും. അത് രണ്ടാമത്തേ ഉള്ളൂ വെള്ളാപ്പള്ളിയുടെ. അപ്പോൾ പിണറായി വിജയൻ്റെ പാപഭാരം കൂടി ഏറ്റെടുത്ത വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം എന്നെ അങ്ങ് ബലിയാടാക്കിക്കോളൂ, നിങ്ങൾ എൻ്റെ പേരാണല്ലോ പറയുന്നത്, വെറുതെ വിടൂ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ തമാശ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വേറൊരു ന്യൂസ് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ഓൺലൈനിൽ വേണ്ട ഒരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നു പി ശശിയാണ് ഇതിൻ്റെ അന്തകൻ എന്ന് പറഞ്ഞു. ഇത്രയും കാലം അദ്ദേഹം അത് മിണ്ടിയിട്ടില്ല. ശശി ആണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ. ശശിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് രസകരമാണ് കാര്യങ്ങൾ. മന്ത്രിമാർക്ക് പോലും ശശിയെ കാണാൻ അനുമതി ഇല്ലായിരുന്നു എന്നാണ്, അത്ര പവർഫുൾ ആയിരുന്നാണ്. മുഖ്യമന്ത്രി ഇയാൾ ചെയ്യുന്ന പല കാര്യങ്ങളും അറിയുന്നില്ലായിരുന്നു എന്നാണ്. ഇയാൾ സ്വാധീനവാസങ്ങൾ കാണിക്കുമായിരുന്നു. എല്ലാത്തിലും ഉപരി വെള്ളാപ്പള്ളിയുടെ പേരിലൊരു കേസ് പുള്ളി ചവിട്ടിപ്പിടിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ചവിട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ തീർക്കാതെ വെച്ചു. അത് കാരണം അയാൾക്കത് അത് മറ്റൊന്നുമല്ല, മൈക്രോ ഫിനാൻസ് ചവിട്ടി വെച്ചു എന്ന് പറയുന്നത് സത്യമൊന്നുമല്ല. മൈക്രോ ഫിനാൻസ് കേസിൻ്റെ ഏതാണ്ട് കുറ്റപത്രം അന്തിമഘട്ടത്തിലാണ്. ഇയാൾക്ക് അതിനകത്തിട്ട് നല്ല പണി വരികയും ചെയ്യുന്നുണ്ട്. അത് ശശി പറഞ്ഞിട്ടൊന്നുമല്ല, ഇയാൾ കാണിച്ചു കൂട്ടിയ ക്രമക്കേടുകൾ അത്രത്തോളം ഉണ്ട്. ശശിധരൻ എന്ന് പറഞ്ഞ SP ആണത് അന്വേഷിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത് പി ശശി ആണ് പിണറായി സർക്കാരിനെ തകർത്തത്. അതിന് സംശയമൊന്നുമില്ല, 100% സത്യമാണ്. പി ശശിയും അതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഒരുപാട് പേരുണ്ട്, അതിൽ പ്രധാന പങ്ക് വഹിച്ച ആൾ ശശി തന്നെയാണ്. അപ്പം അതിന് വെള്ളാപ്പള്ളിയോട് പി ശശിക്ക് വിരോധത്തിന് കാരണം പുള്ളി പറയുന്നത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഞാനും പിണറായിയും തമ്മിൽ വലിയ അടുപ്പമാണ്. അപ്പോൾ ഞാൻ ശശിയുടെ കാല് പിടിക്കാൻ ചെല്ലണം, ഞാൻ അതിന് പോലെ എനിക്ക് പിണറായിയായിട്ട് അടുപ്പമുള്ള സ്ഥിതിക്ക് എനിക്ക് ശശിയുടെ കാല് പിടിക്കേണ്ട കാര്യം, ശശിയൊക്കെ ചീള് കേസ്, എനിക്ക് ശശിയുടെ കാല് പിടിക്കേണ്ട കാര്യം. അപ്പോൾ ആ ഒരു കലിപ്പിന് ശശി എനിക്കിട്ട് പണിയാൻ നോക്കി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ വരികൾക്കിടയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇയാളും വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും തമ്മിൽ എന്താണ് അന്തർധാര? മാത്രമല്ല അതിൽ വേറൊരാളിനെ കുറിച്ചും പരാമർശം പുള്ളി നടത്തുന്നുണ്ട്. ആ പേര് പറയുന്നില്ല എന്നുള്ളത്. വലിയ പലിശ വാങ്ങിക്കുന്ന ഒരാളും ഈ കൂട്ടത്തിൽ ചേർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്, ശശിയുടെ ഒപ്പം. അത് ഇദ്ദേഹത്തെ ആയിരിക്കും ഉദ്ദേശിച്ചത്. ഗോപാലനായിരിക്കാം ഒരു പക്ഷേ, ഗോകുലം ഗോപാലിനെ ഉദ്ദേശിച്ചത്. കാരണം ഗോകുലം ഗോപാലിന് മുഖ്യമന്ത്രിയായിട്ട് ഭയങ്കര അടുപ്പമുള്ളതാണ്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു വൈജാത്യം എന്നൊക്കെ പറയുന്നത്. എന്താ ഒരു വിരോധാഭാസമെന്നോ അല്ലെങ്കിൽ പറയാവുന്ന, ഒരു സൈഡിൽ കൂടെ പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കാറി കയറ്റും, മറു സൈഡിൽ കൂടെ ഗോകുലം ഗോപാൽ അദ്ദേഹത്തിൻ്റെ എതിരാളിയായിട്ടുള്ള രണ്ട് കൂട്ടരെയും കിട്ടും. എന്താണ് കാര്യം? ഒരാളെ കൊണ്ട് വേറെ തരത്തിലുള്ള സഹായം അദ്ദേഹത്തിന് ആവശ്യമുണ്ട്, മറ്റൊരാളെ കൊണ്ട് മറ്റൊരു തരത്തിലുള്ള, രണ്ട് കൂട്ടരും രണ്ട് തരത്തിലുള്ള സഹായമാണ്. എന്തായാലും ഈ രണ്ടും അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും വെള്ളാപ്പള്ളി പറഞ്ഞത് വാസ്തവമാണ്. ആ വാസ്തവം വെള്ളാപ്പള്ളി പറയുന്ന ആ വാസ്തവം അംഗീകരിച്ചു കൊടുക്കാൻ മുഖ്യമന്ത്രിയോ MP ഗോവിന്ദനോ അടക്കമുള്ളവർ തയ്യാറാകില്ല എന്നുള്ളതാണ്. അവരെല്ലാവരും ശശിയായിരുന്നല്ലോ ശരിക്കും ഓൾ ഇൻ ആളായിരുന്നത്. മാത്രമല്ല വെള്ളാപ്പള്ളി വേറെ കാര്യം പറയുന്നത്, 96-ലെ 4000 മന്ത്രിസഭയെ പരമാവധി വെട്ടിലാക്കി സകല പേരദോഷം ഉണ്ടാക്കി കൊടുത്ത ആൾ ശശിയാണ്. എന്നിട്ട് ഈ ശശി തന്നെ വീണ്ടും കൊണ്ടുവന്ന് വെച്ചു എന്നാണ് 2ാം പിണറായി മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട്. അത് സത്യമാണ്. വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. പക്ഷേ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി അന്നത് പറഞ്ഞില്ല? വെള്ളാപ്പള്ളി പറയാമായിരുന്നല്ലോ, മുഖ്യമന്ത്രി ഓഫീസ് വരുത്തേണ്ട ഇവിടെ പി ശശി അയാളാണല്ലോ കുഴപ്പമുണ്ടാക്കുന്നത്, എന്തുകൊണ്ട് പരസ്യത്തിൽ പ്രസംഗിച്ചില്ല? അന്ന് സ്വന്തം കാര്യം കാണാൻ വേണ്ടി നടന്നു. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇത് ശിവശങ്കരനെ അന്ന് ഒരു വഴിക്കാക്കി, മുഖ്യമന്ത്രിയാക്കി, പാർട്ടിയെ ആക്കി, സർക്കാരിനെ എല്ലാം ഒരു വഴിക്കാക്കി. പിന്നെ അന്ന് കേന്ദ്രവുമായിട്ടൊരു ഡീൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പിണറായി അകത്തു പോകുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു, പിന്നെ അയാൾ നിശബ്ദനായിരുന്നു, ഒന്നും മിണ്ടൂല. ഇപ്പോൾ പി ശശി വന്നതിന് ശേഷം പിണറായി സർക്കാരിൻ്റെ ശരിക്കുള്ള പതനത്തിന് കാരണം പി ശശി തന്നെയാണ്. അത് നമുക്കറിയാം, നമ്മളത് പലവണയും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അയാൾ അവിടെ ഇരുന്ന് അയാളുടെ കച്ചവട തന്ത്രങ്ങൾ, അയാളുടെ കച്ചവടങ്ങൾ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയി. അതിന് നിക്ഷിപ്ത താല്പര്യങ്ങൾ നന്നായിട്ട് നടപ്പിലാക്കി അത്. പക്ഷേ പിണറായിക്ക് അത് കണ്ടെത്താനുള്ള ഒരു അറിവ് വിവരവും ഇല്ലായിരുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ, സ്വന്തം പൊളിറ്റിക്കൽ സെക്രട്ടറി എന്താണ് എന്നുള്ള കാര്യം പോലും മുഖ്യമന്ത്രിക്ക് അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ. അതായത് പിണറായി വിജയനെ പോലും ഭയമുള്ള, പിണറായി വിജയനേക്കാൾ ശശിയായിരുന്നു എല്ലാവർക്കും ഭയം. ശശി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കിങ് മേക്കർ എന്ന് പറയാം. അയാൾ ഒരു മഹാരാജാവ്, ശശി മഹാരാജാവ് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും. അതാണ് ഈ പാവപ്പെട്ട IAS IPS എല്ലാവരും ചെന്ന് ഇയാൾ പ്രോത്സാഹിച്ച് നിന്ന് അയാൾ പറഞ്ഞതിനനുസരിച്ചാണ് പലരും കോടതി കയറാനും ജയിലിൽ പോകാനും. അതെ, ഇപ്പോൾ MR അജിത്കുമാറിൻ്റെ പണി ഒരു പാപ്പനം കോട്ടായില്ലേ.
ഇല്ലേ? എം.ആർ. അജിത്കുമാറിൻ്റെ പണി പാപ്പനംകോട്ടായി ശശിയുടെ ഉത്തരവ് അനുസരിച്ച് പോയി. മാത്രമല്ല ശശിയും എം.ആർ. അജിത്കുമാരൻ 2 അധികാര കേന്ദ്രങ്ങളായിട്ട് മാറി. പിണറായി വിജയനേക്കാൾ മുകളിലായിരുന്നു ഇവരുടെ സ്ഥാനം. അല്ല, അതാണ് സംഭവിച്ചത്. ഇയാൾ നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറി, പഴയ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ പറഞ്ഞിട്ടുള്ളത് ഈ മുഖ്യമന്ത്രി മണ്ണാങ്കട്ടെ അറിഞ്ഞുകൂടാന്നുള്ളത്. അല്ല, മരപ്പൊട്ടൻ എന്നല്ലേ പറഞ്ഞു? മരപ്പൊട്ടൻ എന്നാണ് അദ്ദേഹം പല വേദികളിലും. അത് മറ്റാരും പറഞ്ഞതല്ല, സ്വപ്നടുത്ത് പറഞ്ഞു. ശിവന്റെ പാർവതിയായിട്ടുള്ള സ്വപ്ന സുരേഷ് തന്നെ സത്യമായിരിക്കും. ഇത്തരക്കാർ ഇങ്ങനെ സ്ത്രീകളടുത്ത് സത്യം പറയാറുള്ളൂ, അല്ല നാട്ടുകാരുടെ സത്യം പറയില്ല. അപ്പം അങ്ങനെ ഈ ശശിയെ ഒരു വഴിക്കാക്കി, ശശി സർക്കാരിനെ ഒരു വഴിക്കാക്കി. ഇപ്പോഴും ശശിയുടെ പേര് ഇതിനകത്തെങ്ങും വരുന്നില്ല. അത് പറയാൻ ഭയമാണ് എന്ന് വെള്ളാപ്പള്ളി ഇടയ്ക്ക് പറയുന്ന ചില കാര്യങ്ങളൊക്കെ സത്യമാണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഇയാൾക്കിട്ട് പണി വന്നു, വെള്ളാപ്പള്ളിക്ക്. അതാണ് കാര്യം എല്ലാവരും പറയുന്നത്. മാത്രമല്ല CPM നേതൃത്വത്തിൽ പലരും പറയുന്നത് ഈ വെള്ളാപ്പള്ളി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇയാളെ പരസ്യമായി തള്ളി പറയണം. ഇങ്ങനെ ഈ ഒരു മൈൽഡായിട്ടുള്ള ഭാഷ പോരാ, ഇയാളെ നല്ല കർശന ഭാഷയിൽ ഇയാളെ നമുക്ക് തള്ളി പറയേണ്ടതുണ്ട് എന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് വെള്ളാപ്പള്ളി ഭയക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി അസന്ധിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വെള്ളാപ്പള്ളി നടേശനെ ഒരു കാരണവശാലും ഞാൻ തള്ളി പറയത്തില്ല. പിണറായി വിജയൻ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയല്ല മുൻ മുഖ്യമന്ത്രി. നമ്മളിപ്പം 10 വർഷമായിട്ട് ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് പലപ്പോഴും ഈ നമ്മുടെ നിലവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പോലെ വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത്. അതെ, ബഹുമാനപ്പെട്ട ധനമന്ത്രി ബാലഗോപാൽ എന്ന നിയമസഭയിൽ തന്നെ അദ്ദേഹം അവിടെയാണ് അങ്ങനെ ഒരു പ്രശ്നം വരും, സമയമെടുക്കും. അത് നമുക്ക് അതിൻ്റെ ആ ഒരു മാറ്റം സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്ത് കഴിയുമ്പോഴേ അത് വരത്തുള്ളൂ. എന്താണെങ്കിലും പിണറായി പി ശശിക്കെതിരെ ആഞ്ഞടിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ. കാരണം എല്ലാം ശശി നിയന്ത്രിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോയി. ശശി നിയന്ത്രിച്ച കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു. ഏതായാലും ആരെ ശശിയാക്കി എന്നുള്ളതാണ് വെള്ളാപ്പള്ളി ഉയർത്തുന്ന ഈ ചോദ്യങ്ങളിൽ നമുക്ക് ചോദിക്കാനുള്ളത്. പിണറായി തന്നെ ശശിയാക്കിയോ അതോ കേരളത്തിലെ മൊത്തം CPM നേതാക്കന്മാരെ ശശിയാക്കിയോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ വെള്ളാപ്പള്ളി പലപ്പോഴും പലതരത്തിൽ സംസാരിക്കും. എല്ലാ ദുഃഖവും എനിക്ക് തരൂ, എൻ്റെ പ്രിയ സഖി പോയി വരൂ എന്ന് അദ്ദേഹം പിണറായി വിജയനോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാനല്ല ഇതിന് കാരണം, ശശിയാണെന്ന്. എനിക്ക് എൻ്റെ മൈക്രോ ഫിനാൻസ് കേസ് അല്ല, വേറെ കേസൊന്നുമില്ല, മൈക്രോ ഫിനാൻസ് കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാതെ ശശി അത് ചവിട്ടി വെച്ച് അപ്പോഴത്തെ എതിരാളികൾ മൈക്രോ ഫിനാൻസ് മുതലെടുക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത്രയും സമയം എനിക്ക് തോന്നുന്നത് വെള്ളാപ്പള്ളിക്ക് ഈ ശശിയോടുള്ള ഏക വിരോധം ഇതായിരിക്കും. കാരണം ആപ്പീസ് കുട്ടികളുടെ പരിപാടിയാണ് ശശി ചെയ്തു വെച്ചത് എന്നുള്ളത് ആ ദേഷ്യം സഹിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് വെള്ളാപ്പള്ളി. അദ്ദേഹം പറയുന്നത് എനിക്ക് ശശിയുടെ കാല് പിടിക്കേണ്ട കാര്യമില്ല, കാരണം പിണറായി വിജയൻ എൻ്റെ കൂടെ നിൽക്കുമ്പം ഞാൻ എന്തിന് ശശിയുടെ കാല് പിടിക്കണം? അപ്പോൾ അതിൻ്റെ കലിപ്പിന് അയാൾ എൻ്റെ ഇത് വെട്ടാൻ നോക്കി. SNDP ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് കേരളത്തിലെ വലിയൊരു പദവി തന്നെയാണ്. NS ജനറൽ സെക്രട്ടറി, SNDP ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് വലിയ പദവി തന്നെയാണ്, അവർ വലിയ അധികാര കേന്ദ്രങ്ങൾ തന്നെയാണ്. പക്ഷേ അവിടെ സത്യസന്ധരായിരുന്നവർക്ക് ശശിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഈ പറഞ്ഞ പോലെ എൻ്റെ പേരിലേക്ക് എന്ന കേസ് ചവിട്ടി പിടിച്ചു, അതുകൊണ്ടാണ് ഞാൻ കുഴപ്പക്കാരനെന്ന് പറയുന്നിടത്താണ് അതിൻ്റെ വിഷയം. എന്താണെങ്കിലും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു സംയുക്ത സംഘടിത ആക്രമണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പാർട്ടി ഈ ഗതിയിലായത്. അത് ഇപ്പോഴും പാർട്ടി അംഗങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ വ്യക്തികളാരും, അതായത് പിണറായി വിജയൻ, MV ഗോവിന്ദൻ, P ശശി, വെള്ളാപ്പള്ളി നടേശൻ, ഇങ്ങനെ തുടങ്ങിയ ഈ അപൂർവ പ്രതിഭകൾ, ഇവർ ചേർന്നിട്ടാണ് ഈ പാർട്ടിയെ ഇല്ലായ്മ ചെയ്തത് എന്നുള്ളത് പാർട്ടിക്കാർ തിരിച്ചറിഞ്ഞു, നാട്ടുകാർ തിരിച്ചറിഞ്ഞു. ഇത് തിരിച്ചറിഞ്ഞത് ഇവരും തിരിച്ചറിഞ്ഞു, ഈ പറഞ്ഞ 4 പേരും തിരിച്ചറിഞ്ഞു. ഈ എപ്പോഴും ഇങ്ങനത്തെ ഈ ഉടായ്പ സംഘങ്ങൾ തമ്മിൽ അവർക്ക് അധികാരം നഷ്ടപ്പെടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കും. ഞാനല്ല നീയാണെന്ന് പറയും. എൻ്റെ അല്ല കുഴപ്പം, വിജയിച്ചിരുന്നെങ്കിൽ പറഞ്ഞതിനെല്ലാം നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് തോറ്റ പറഞ്ഞ് നീയാണ് കുഴപ്പം, ഇവനാണ് കുഴപ്പക്കാരൻ. അത് കറക്റ്റാണത്. എന്താണെങ്കിലും എല്ലാം കൂടെ ഒരു വഴിക്കാക്കിയ പാർട്ടിയെ ഒരു വഴിക്കാക്കി. P ശശി തന്നെയായിരുന്നു ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ. അതിനൊപ്പം തന്നെ തുല്യമായ പങ്ക് വഹിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. ആരെയും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചത്.